ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറുമോ എന്ന ആശങ്ക പരക്കെയുണ്ട്. മേപ്പാടി ദുരന്തത്തിന് ശേഷം ജനങ്ങൾക്കിടയിൽ ആ ആശങ്ക വർദ്ധിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമൂഹത്തിലാകെയും ലോകമാകെയും പരക്കുന്ന മുല്ലപ്പെരിയാർ ആശങ്ക. ഇന്നത്തെ ചർച്ച മുല്ലപ്പെരിയാർ. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് അതിജീവന പോരാട്ടവേദിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ റസാഖ് ചുരവേലിലാണ്. സ്വാഗതം സാർ. സാർ, നമ്മുടെ കേരളം അടുത്ത കാലത്തായി ജനവാസത്തിൽ, പ്രത്യേകിച്ച് ഒരു സാധാരണ സമാധാനപരമായ ജീവിതത്തിന് രാഷ്ട്രീയമായോ സാമൂഹികമായോ അല്ല, സുരക്ഷിതമായി, പ്രത്യേകിച്ച് പ്രകൃതിയുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിതീവ്ര മഴ, വളരെ കുത്തൊഴുക്കോടെ ഒഴുകുന്ന പുഴകൾ എന്ന് വേണ്ട എല്ലാ തരത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ചൂട്, ആഗോള താപനം, ആഗോള ബോയിലിംഗ്, തിളച്ചുമറിയൽ, എല്ലാം കൂടിയായിട്ട് നമ്മളെ ഏറ്റവും അധികം നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രദേശമായി കേരളം മാറുന്നുണ്ട്. അടുത്ത കാലത്ത് മുണ്ടക്കൈ, ഒപ്പം ചൂരൽമല ഭാഗങ്ങളുണ്ടായ ദുരന്തമാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ ഉലച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ച മുല്ലപ്പെരിയാറാണ്. നമ്മൾ ഇടുക്കിയിലക്കാരാണ്. ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. വലിയ ചർച്ചയാണ് ആഗോള വ്യാപകമായി ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകം മുഴുവൻ ഇതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ IIT, റൂർക്കി IIT, ഒപ്പം തന്നെ ഡൽഹി IIT, ബാംഗ്ലൂർ IIT, ഇവരുടെയൊക്കെ പഠനം പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള വാസ്തവമുണ്ടോ? ശരിക്കും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള സാറ് പറഞ്ഞ പോലുള്ളൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാത്രമാണ് എന്ന് കരുതുന്നത് തെറ്റായ കാര്യമാണ്. ഇന്ന് ലോകത്താകെ നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തോ, ഒരു വർഷം ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങൾ, അത് കൊടുങ്കാറ്റാവട്ടെ, മറ്റ് മഴയാവട്ടെ, വെള്ളപ്പൊക്കം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ദുബായ് പോലും, സുരക്ഷിതമായിരുന്ന ദുബായ് പോലും ഇത്തവണ വെള്ളത്തിൽ മുങ്ങി. നമ്മുടെ കർണാടക, അതുപോലെ തന്നെ മഹാരാഷ്ട്രയൊക്കെ വളരെ വളരെ ക്രൂരമായ സാഹചര്യത്തെയാണ് അഭിമുഖീകരിച്ചത്. അപ്പോൾ ഇത് ആഗോള പ്രതിഭാസമാണ്. ആഗോള തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം. എന്നാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ലോകത്തെ ആദ്യത്തെ സംഭവമാണോ? ഭൂമിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ അല്ല എന്നാണ് വരുന്നത്. നമുക്ക് മുന്നേ കഴിഞ്ഞ 5 തവണയെങ്കിലും ഇതൊരു ഹിമപ്പന്തായി മാറേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഇതുവരെ ഭൂമി ജീവജാലങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 5 കോടിയോളം ജീവജാലങ്ങൾ ഉണ്ടാകേണ്ടടുത്ത് 4 കോടി ജീവജാലങ്ങൾ പ്രകൃതി ദുരന്തങ്ങളാൽ ഇല്ലാതായി പോയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. നമ്മുടെ ഒട്ടേറെ ജീവികളെ നമ്മളിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഫോസിൽ ഇതിലൂടെ. അതുപോലെ തന്നെ ഭൂമികുലുക്കം ഭൂമിയുടെ ഇപ്പോൾ ഈയിടെ നമുക്ക് ഏറ്റവും 2011 തോന്നുന്നു ചിലിയിലുണ്ടായൊരു ഭൂമികുലുക്കമുണ്ട്. ഭൂമിയുടെ സമയം പോലും 1.1 സെക്കൻഡ് സമയം പിന്നോട്ടടിച്ചു ആ ഒറ്റ കുലുക്കത്തിൽ. ഒട്ടനവധി ടൗൺഷിപ്പുകൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ ടൗൺഷിപ്പുകൾ പലതും 1 മീറ്റർ തെന്നി മാറി. അതുപോലെ നമുക്ക് അറിയാം, ഈ ജപ്പാൻ അടക്കം നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇത് പറഞ്ഞു വരുന്നത് ഭൂഗോളം എന്നുള്ളത് ഒരു സുരക്ഷിത സ്ഥലമായിരുന്നില്ല ഒരു കാലത്തും, ഇപ്പോഴുമല്ല. അപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിച്ച് നിർത്താം ആ കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ, ഒരു 800 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മനുഷ്യനാശം വരുത്തിയത് ചൈനയിലെ മഞ്ഞ നദിയാണ്. ഒരു തവണ 1883 തോന്നുന്നു 20 ലക്ഷം പേരാണ് മരിച്ചത് ഒറ്റ ഇതിൽ. ഇന്ന് ആ സ്ഥാനത്ത് അവിടെ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ ഒട്ടനവധി തവണ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. 4 ലക്ഷം മരിച്ചിട്ടുണ്ട്, 8 ലക്ഷം മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 1000, 1200 എത്താൻ കാരണം നമ്മൾ ശാസ്ത്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ്. ഇത് മുൻകൂട്ടി അറിയാനും അത് അറിയിക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നമ്മൾ ബുദ്ധിപരമായി നേടിയ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിസ്ഥിതി ദുരന്തങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്.
നമുക്ക് അറിയാം, ആര്യന്മാരൊക്കെ ഇങ്ങോട്ട് കുടിയേറിയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അവിടെ ഉണ്ടായ അസാമാന്യ നാശം, ഭക്ഷ്യക്ഷാമമടക്കം ഉണ്ടായ സംഭവങ്ങൾ. ഇനി മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ തമിഴ്നാട്ടിൽ 10 ലക്ഷം പേരെങ്കിലും മരിച്ചു എന്നാണ് പറയുന്നത്. പട്ടിണി മൂലവും വെള്ളം കുടിക്കാൻ കിട്ടാതെയും മരിച്ച സാഹചര്യത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പരിഹാരം തേടുകയും അതിലൂടെ ഉണ്ടായ ആശയമാണ്. അതിനു മുമ്പ് വേറെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നടപടിയിലേക്ക് വന്നത് മദ്രാസ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് ആലോചിച്ചതാണ്. അപ്പോ ഈ ഇതിൻ്റെ അകത്ത് പരിസ്ഥിതി ദുരന്തം എന്നുള്ളത് മലയാളി വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ, പർവ്വതീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സംശയം എനിക്കുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമുക്ക് തന്നെ അനുഭവവേദ്യമാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് പെയ്യുന്ന മഴയിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതിശക്തമായി തീവ്രമായാണ് മഴ പ്രതികരിക്കുന്നത്. അത് മഴമേഘങ്ങൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ കുമിഞ്ഞുകൂടുകയും അത് സ്കാറ്റർ ചെയ്യാതെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പെയ്യുകയും അതിന് നമ്മൾ മേഘവിസ്ഫോടനമെന്നോ അതിതീവ്ര മഴയെന്നോ എന്നൊക്കെ. ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തുണ്ടായ മഴയെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചില അനുമാനങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്തുണ്ട് അത്തരം മഴകൾ ചില ദിവസങ്ങളിൽ പെയ്യുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് പുഴ നിറഞ്ഞു കവിയുകയും നമ്മൾ അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ കാലത്തിൽ നിന്നൊരു വ്യത്യസ്തയല്ലേ? ഉറപ്പായിട്ടും മാറ്റമുണ്ട്. അത് ഇതിൻ്റെ തന്നെയാണോ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എന്നറിയോ, ഈ പ്രപഞ്ചം എന്നുള്ളത് ഭൂമി മാത്രമുള്ളതല്ലല്ലോ. കോടിക്കണക്കിന് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൂര്യപ്രതിഭാസം, സൂര്യൻ ഒരുപാട് സ്വഭാവ വ്യതിയാനങ്ങൾ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ കാണിച്ചിട്ടുണ്ട്. സൂര്യനിലുണ്ടാവുന്ന പല വിഷയങ്ങളാണ് എൽനിനോ എന്നുള്ള അല്ലെങ്കിൽ ലാനിനോ പ്രതിഭാസത്തിന് അടിസ്ഥാന കാരണം. ഈ വിഷയമൊന്നും ഇല്ലാത്തപ്പോഴും ആ പ്രതിഭാസം നിലനിന്നിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചു. ഒന്ന്, മനുഷ്യന്റെ ഇടപെടൽ സത്യത്തിൽ പ്രകൃതിയുടെ വ്യതിയാനത്തിന് കാരണമാകുന്നില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ കാണുന്ന സ്ഥിതിയിൽ പഠിക്കുമ്പോൾ മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് വേറൊരു ആംഗിളിൽ വന്നിട്ടുണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടക്കുകയും ഗവേഷണം നടക്കുകയും അത് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ശാസ്ത്രലോകം പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് അല്ല, ഗ്ലോബൽ ബോയിലിംഗ് ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചു, അതിവേഗത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന അറബിക്കടലിനെയാണ്. അങ്ങനെയാണെങ്കിൽ അത് അറബിക്കടലിൻ്റെ ചൂട് ഒരുപക്ഷെ കേരളത്തെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത രീതി വെച്ച് ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ 1.3 ഡിഗ്രി ചൂട് ആഗോളതലത്തിൽ കൂടിയേക്കുന്നത്. അത് അങ്ങോട്ട് കൂടാനല്ലാതെ കുറയാനുള്ള ഒരു പദ്ധതിയും ഈ 72 മുതൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഒരു യോഗത്തിലും അന്തിമമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില നയങ്ങൾ ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണല്ലോ അങ്ങ് ഇപ്പോൾ സമരരംഗത്ത് നിൽക്കുന്ന, വർഷങ്ങളായി സമരരംഗത്ത് നിൽക്കുന്ന അതിജീവന പോരാട്ട വേദി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കാർബൺ ഫണ്ടും അതുമായിട്ട് പശ്ചിമഘട്ട പർവ്വതനിരയെ അതിൻ്റെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത, അത് പൈതൃക സ്വത്താന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു പഠിക്കുന്നത്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. മുല്ലപ്പെരിയാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം സാർ. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വൈര്യ ജീവിതത്തിനും ഭീഷണിയായി പലരുടെയും സമാധാനം കെടുത്തുന്ന ഒരു ജലബോംബായി ആണ് എന്ന് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമായി മാറി എന്നുള്ളത് അതിദാരുണമാണ്. ആ ആശങ്ക പരിഹരിക്കേണ്ടതും 1% വ്യത്യാസമില്ലാതെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കഥ രൂപപ്പെടുത്തിയതും മുന്നോട്ട് പോകുന്നത് 2 പതിറ്റാണ്ട് കാലമായി. 2006 തുടങ്ങിയ മുല്ലപ്പെരിയാർ സമരം 2011 ആയപ്പോൾ നമ്മൾ വലിയ വിപുലമാക്കുകയും അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ ഒട്ടേറെ മലയാളികൾ അവൻ്റെ സ്വത്തിനെ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക്, അവൻ്റെ ജീവനെ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സംഘർഷാവസ്ഥ, നമ്മുടെ സഹോദരന്മാർ തമ്മിൽ നമ്മൾ രണ്ടായി പിളരേണ്ടുന്ന അവസ്ഥ, ഇപ്പോഴും ആ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന അവസ്ഥ, അത് വരുത്തിയത് തെറ്റായ ഒരു രാഷ്ട്രീയ നിലപാടായിപ്പോയി. ഇവിടെ ആരാണ് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണോ അല്ലയോ എന്ന് പറയാൻ ആരാണ് അധികാരി? ഞാനാണോ? സാറാണോ? അല്ല ഈ സോഷ്യൽ മീഡിയ കക്ഷികളാണോ? സാധാരണ ജനമാണോ? ഒരിക്കലുമല്ല. അതിന് നമ്മുടെ രാജ്യത്ത് സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ വാട്ടർ അതോറിറ്റി. ഈ അതോറിറ്റി എല്ലാ ഡാമുകളും കാലാകാലങ്ങളിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ പരിശോധിച്ചത്
അവർ ഉറപ്പാക്കുന്ന ഒരു രീതി ശാസ്ത്രീയമാണ്. ഇന്നേ വരെ ലോകം കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രത്തെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിൽ വിശ്വാസം അർപ്പിക്കാനേ തൽക്കാലം നിർവാഹമുള്ളൂ. സെൻട്രൽ വാട്ടർ അതോറിറ്റി 2006 ഇത് അത്ര കണ്ട് സുരക്ഷിതമല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് പഠനം നടന്നു. അല്ല, വലിയൊരു ഉറപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇത് ഭാരത്തെ അടിസ്ഥാനമാക്കിയാണ് ഡാം നിലനിൽക്കുന്നത്, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഗുരുത്വാകർഷണ അതെ നിയമത്തെ അതെ. അപ്പൊ തന്നെയല്ല, അതിനുശേഷം ഈ ഡാം ഉറപ്പിക്കൽ, കോൺക്രീറ്റ്, അതെ. ഗ്രൗട്ടിങ് തുടങ്ങിയ വലിയ പ്രവർത്തനങ്ങൾ അതിനകത്ത് നടന്നു അതാണ്. എന്നാണ് അതെന്താ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. നമ്മളിപ്പോ സുപ്രീം കോടതിയുടെ ഒരു വിദഗ്ധ സമിതി, ഈ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചായിരുന്നു. അവിടെ കെ ടി തോമസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ അവസാനം അതെ. മറുകണ്ഠം ചാടി എന്ന മറുകണ്ഠം ചാടിയെന്ന് ആക്ഷേപമുണ്ട്. അത് ആക്ഷേപമുള്ള മറുകണ്ഠം മലയാളിയുടെ ചാടിയെന്നല്ല, മലയാ- അങ്ങനെ പൊതുവെ ഒരു വിവാദപരമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. മലയാളി എല്ലാ കാര്യത്തിലും പണം മേടിച്ച് കാര്യം പറയുന്നേ പറയുള്ളൂ. അവൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ കുഴപ്പം നമുക്കുണ്ട്. നമ്മുടെ ഒരു ദൗർബല്യം അത്. ശരിക്കും ഏതാണ്ട് 12,000 ടണ്ണ് വരുന്ന ഒരു കോൺക്രീറ്റ് പാളി ഇട്ടുകൊണ്ട് ഇതിന്റെ വെയിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 അടി കനത്തിൽ 26 അടി വീതിയിൽ വലിയൊരു കോൺക്രീറ്റ് പാളി വെച്ച് ഇതിന്റെ ഭാരം കൂട്ടിയിട്ടുണ്ട്. ഭാരമാണല്ലോ ഇതിനെ നിലനിർത്തുന്നത്. മറ്റൊന്ന്, ഈ ഭൂമികുലുക്കം ഉണ്ടാവും എന്നുള്ള ആശങ്ക, അതാണ് നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം. അതിനെ പ്രതിരോധിക്കാനായിട്ട് 96ഓളം റോപ്പ് ആങ്കറിങ് ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ഈ അടിസ്ഥാന പാറയുണ്ട് നമ്മുടെ ഭൂമി ആകെ നിരന്ന് കിടക്കുന്ന പാറയിൽ നിന്ന് ആണ് ഈ സാധനം കോൺക്രീറ്റ് ചെയ്ത് ഇതിനെ ഇത് ചെയ്തിരിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ അതേ ബലത്തിലേക്ക് ഈ കോൺക്രീറ്റ് ആങ്കറിങ് എത്തി എന്നാണ് ഇവർ അവകാശപ്പെട്ട രണ്ടാമത്തെ കാര്യം. അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പഠന റിപ്പോർട്ടുകളുണ്ട് ആ ആങ്കറിങ് സംവിധാനത്തിന്. അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അല്ല, ഇവർ മാത്രം പറഞ്ഞ അല്ല വിഷയം. മറ്റൊന്ന്, ഈ പ്രവൃത്തി ഇതിന് പുറത്ത് 26 അടി വീതിയിൽ ഈ പറയുന്ന വലിയൊരു കോൺക്രീറ്റിംഗ് 130 അടി താഴ്ചയിൽ ഭീമമായ 23 അടി വീതിയിലാണ് ഇത് ഈ ഡാമിനോട് ചേർന്ന് ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയ നടന്നിട്ട് 3 കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതോടുകൂടി പുതിയ ഡാമിന്റെ ക്വാളിറ്റിയിൽ എത്തിയെന്നാണ് തമിഴ്നാട് വാദിച്ചത്. അതിൻ്റെ അകത്ത് ഈ ബലപ്പെടുത്തിയതിൽ നമ്മുടെ ഒരു കെ സി തോമസ് ഉണ്ട്. അയാൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ കാര്യത്തിൽ ഏറ്റവും വിദഗ്ധനായ ഒരു എഞ്ചിനീയറാണ്. അയാളുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെയാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. ഈ നേരിട്ട് ഈ സമിതി വന്ന് ഈ ഉള്ളിൽ മുങ്ങൽ വിദഗ്ധരെ വച്ചിട്ട് വരെ പരിശോധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ സുപ്രീം കോടതി സമിതിക്ക് ലഭ്യമായ രേഖകൾ, ഇവർ ചെയ്ത വർക്കുകളുടെ രേഖകൾ, മറ്റ് എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി ഇത് ബലവത്താണ് എന്ന് വിധിക്കാനിടയായതല്ല. ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് കേരളത്തോടോ അല്ലെങ്കിൽ തമിഴ്നാടോ പ്രത്യേക കൂറൊന്നുമില്ല. അതുപോലെ കെ ടി തോമസ് ജേക്കബ് കാശ് മേടിച്ചു എന്നുള്ള കേരളത്തിന്റെ വാദം തെറ്റായ കാര്യമാണ്. നമ്മൾ കാണുന്നവരൊക്കെ കാശ് മേടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ റൂർക്കി IIT റൂർക്കി, ഒപ്പം തന്നെ ഡൽഹി IIT ഒക്കെ ഡാമിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോ പലവട്ടം കോയമ്പത്തൂർ കേന്ദ്രമാക്കി, നെടുങ്കണ്ടം കേന്ദ്രമാക്കിയൊക്കെ ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്. 5 വരെ നമുക്കുണ്ടായി കഴിഞ്ഞു. കോയമ്പത്തൂർ ഉണ്ടായാലും അതേ സെയിം എഫക്റ്റ് നമുക്ക് ഇടുക്കിക്ക് ഉണ്ടാകുക, നെടുങ്കണ്ടം ഉണ്ടായാലും ഉണ്ടാകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശം, കേരളം എന്ന പ്രദേശം ഭൂമികുലുക്കത്തിന് സാധ്യത തീരെ കുറഞ്ഞ പ്രദേശം എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ പോലും അപൂർവമായി ലാത്തൂര് ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്, വലിയ ക്രൂരമായിട്ട്. അതിവിടെ ആകാൻ പാടില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിനെ മാത്രം നമ്മൾ ചൂടുന്നു? നമ്മുടെ തൊട്ടുമുകളിൽ കിടക്കുന്ന കുണ്ടള 100 വർഷം പഴക്കമായില്ലേ? ആർക്കും ആശങ്കയില്ലല്ലോ. അതേ ഡാമ പണ്ട് ഈ കരിതിരിമലയെല്ലാം പൊട്ടിച്ചുകൊണ്ട് മൂന്നാറിൽ നിന്ന് വന്നത് മാട്ടുപ്പെട്ടി ഡാമിന്റെ ഭാഗത്തൊരു ഡാം ഇവിടെ ഉണ്ടായ പോലെ ഡാം പ്രതിഭാസം ഉണ്ടായി, മരങ്ങളെല്ലാം കൂടി വന്നിട്ട്. അതെ, 1924 വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാരണം അതാണെന്ന് പറയുന്നത്. 14ഓളം ചുരൽമലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഒരു ഡാം പ്രതിഭാസമായി മാറിയെന്നും, രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് അത് പൊട്ടി ഇത്ര വലിയ നാശനഷ്ടങ്ങൾ. അത് തന്നെയാണ് 24 സംഭവിച്ചത്. അത് മാട്ടുപ്പെട്ടിയിൽ അങ്ങനെ സംഭവിച്ചു. ആ ഡാം പ്രതിഭാസം ഇത്തവണ ഉണ്ടായി. അപ്പൊ ഇതെല്ലായിടത്തും ഉണ്ടാവുന്ന കാര്യമല്ലോ. അതിനെ പറ്റിയ സാഹചര്യം ഉണ്ടാവണം. അതിനാവശ്യമായ മരങ്ങൾ വേണം, ഉരുളൻ കല്ലുകൾ വേണം. ഒപ്പം തന്നെ 2 മലകൾക്ക് ഇടുക്കിൽ ഡാം സ്വാഭാവികമായി രൂപപ്പെടണം. ആളുകൾ മുഴുവൻ ആശങ്കയിലായിപ്പോ. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിക്കണം അവരുടെ മുകളിലേക്ക് ഇതുപോലെ വരുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ സംഭവം ഇല്ല, അങ്ങനെ തെറ്റിദ്ധാരണയാണ്. അപ്പോ ഇവിടെ ഈ അങ്ങനെ വരുമ്പോ
14 വലിയ ഡാമുകൾ ഇടുക്കിയിലുണ്ട്. മൊത്തം 28-30ഓളം ആയി. ഇപ്പോളം വന്നിട്ടുണ്ട്. മറ്റുള്ള ബോട്ട് ചെറുതാ. വലിപ്പം കൂടിയ അപകടകരമായ 14 ഡാമുണ്ട്. നമുക്ക് ആശങ്കയില്ല. കേരളത്തില് വയനാടടക്കം വയനാട്ടിലെ ഡാമിന്റെ കാലപ്പഴക്കം എത്രയാ? ഇനി പൊളിക്കുകയാണോ ലോകം ചെയ്തിരിക്കുന്നത്? 3000 വർഷമായി ആദ്യത്തെ ഡാം ഉണ്ടാക്കിയിട്ട്. എനിക്ക് തോന്നുന്നു മെസപ്പൊട്ടോമിയയിലെ ആദ്യത്തെ ഡാമിന്റെ തോന്നുന്നു. ഞാൻ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഡാമുകളെല്ലാം പൊളിച്ചു നീക്കിയിട്ടുണ്ടോ ലോകത്ത്? പ്രത്യേകിച്ച് ഗ്രാവിറ്റി ഡാമുകൾ അമേരിക്കയിൽ പൊളിച്ചിട്ടുണ്ടോ? 100 വർഷം പഴക്കമുള്ള ഡാം അവിടെ ഉണ്ട്. പൊളിക്കുകയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്, അതെയോ ബലപ്പെടുത്തുകയാണോ വേണ്ടത്? ബലപ്പെടുത്തുന്നതിന് ഡാമിനേക്കാൾ ചെലവ് വരുന്നെങ്കിൽ മാത്രമേ പുതിയ ഡാം സാധാരണ സെലക്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അത് ബലപ്പെടുത്തിക്കൊണ്ട് അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് പൊതുവെ ലോകം സ്വീകരിച്ച നയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇനി ഇതിന്റെ 366 മീറ്റർ താഴെ, അപ്പോൾ ഒരുപാട് താഴേക്ക് പോകുന്ന സാധനം, അവിടെ നിന്നാണ് പുതിയ ഡാം കെട്ടേണ്ടത്. ചിലർ 1300 മീറ്റർ താഴെയാണെന്ന് പറയുന്നത്. അത്രയില്ല ഒരുപാട് വലിയ ഹൈറ്റിൽ കടന്നു വരും. എങ്കിലും ഇപ്പൊ ഈ 150 അടി പൊക്കമുള്ള മുല്ലപ്പെരിയ ഡാം, താഴെയുള്ള പൊക്കമുള്ള മുല്ലപ്പെരിയ ഡാമിന് ഈ 366 അടി താഴ്ച എന്നാണെങ്കിലും മീറ്ററാണ് കേട്ടോ, 1000 അടി. അവിടെ നിന്നാണെങ്കിൽ പോലും 60 അടി പൊക്കം കൂടും. 60 അടി പൊക്കം കൂടുക എന്ന് പറഞ്ഞാൽ 1200 വീതിയുള്ളത് 1800 വീതിയായി മാറും. അപ്പൊ അതിലും വലിയ ചിലപ്പോഴല്ലേ നമ്മൾ ഈ കോൺക്രീറ്റിൽ ഉണ്ടാക്കുന്നത്. ഈ കല്ല് തരുന്ന സുരക്ഷിതത്വം, ഇത് ഭൂമി ഉണ്ടായപ്പോൾ ഉള്ള കല്ലായി അടുക്കി വെച്ചേക്കണം. കല്ലിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്, കല്ലിന്റെ ഗ്യാരണ്ടിയാണ് നിൽക്കുന്നത്. ഈ കല്ല് എന്തെങ്കിലും രാസപ്രക്രിയയിൽ നശിച്ചാൽ മാത്രമേ നമുക്കൊരു ഭീഷണി അതിനകത്ത് വരുന്നുള്ളൂ. ഇതിനെ അടയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനം ഇതിന്റെ ബലത്തെ ബാധിക്കുന്ന സാധനം അല്ല. അതാ മറ്റേ സുർക്കി എന്ന് പറയുന്ന സാധനം നമ്മൾ കോൺക്രീറ്റിന് പകരമായിട്ട് ഉപയോഗിച്ചതല്ല, അത് ചാന്തിന് പകരമായിട്ട്. അതാണ്. അതേസമയം കോൺക്രീറ്റിനെ സംബന്ധിച്ച് കാലാവധിയുണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ബലപ്പെടുത്താം. വേണമെങ്കിൽ നമുക്ക് ഇടുക്കിയുടെ പോലെ കാലാവധി കഴിഞ്ഞു എന്ന് പറയാം. എക്സ്പയറി ഡേറ്റ് ആയി. പക്ഷെ അതിൽ പോലും ഇതിനകത്ത് ഈ പെനിക്കോക്ക് എന്ന് പറയുന്ന എഞ്ചിനീയർ, ഇംഗ്ലീഷ് എഞ്ചിനീയർ, ഇതിന് 50 വർഷം കാലാവധിയെ പറഞ്ഞു എന്നുള്ളത് ഒരു പ്രസ്താവന മാത്രം. അയാളുടേതായ അങ്ങനെയാണല്ലോ ലോകത്ത് സാധാരണ നിലയിൽ ഒരു ഡാമിന്റെ കാലാവധി 50 വർഷം. അതൊരു കഥയാണ് സാർ. അത് നമുക്ക് വേണ്ടി 100 കൊടുക്കാം. പെന്നിക്കുക്ക് അങ്ങനെ ഒരു വസ്തു പറഞ്ഞിട്ടില്ല. കാരണം അറിയോ, കല്ല് ഇപ്പൊ 5000 വർഷം പഴക്കമുള്ള നമ്മുടെ പരാജയപ്പെട്ടല്ലോ. അതെ, അത് പരാജയപ്പെട്ടു. പക്ഷെ അവർ കല്ലിന് എന്തെങ്കിലും, അയാൾ ഈ അടിയിലേക്ക് സെറ്റ് ചെയ്ത സാധനത്തിൽ കല്ലിന് എന്തെങ്കിലും ദ്രവിക്കൽ വന്നാൽ മാത്രമേ അത് തകരുന്നുള്ളൂ. സാർ, ഈ 1896 എന്നൊക്കെ പറയുന്നത് ലോകത്ത് തന്നെ ഈ ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്ന സമയമാണ്. അതെ, പക്ഷെ ഡാം അങ്ങനെയല്ല. ഡാമിന് 3000 വർഷത്തെ പാരമ്പര്യം. ഉണ്ടാവും. പക്ഷേ ആധുനിക സംവിധാനത്തിൽ, പ്രത്യേകിച്ച് വളരെ ഉയരത്തിൽ ഒക്കെ പണിയുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു കാലമായി വരുന്നേ ഉള്ളൂ. അമേരിക്ക അല്ലെങ്കിൽ ലണ്ടൻകാർക്കല്ല. കാരണം അന്ന് അവർ പണിത റോഡുകൾ ഇന്ന് 100 അടി വീതിയുണ്ട്. അമേരിക്കയിൽ 100 വർഷം മുമ്പ്, ലണ്ടനിൽ 100 വർഷം മുമ്പ് പണിത റോഡുകൾക്ക് 100 അടി വീതിയുണ്ട്. അവരൊരു കാൽക്കുലേഷനിൽ എത്തിയിരുന്നു. ഈ എഞ്ചിനീയറിംഗ് വിദ്യ എന്നുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 1 നൂറ്റാണ്ട് മുമ്പ് കണ്ടുപിടിച്ചതല്ല. നൂറ്റാണ്ടുകളായി വന്ന നമ്മളുടെ അറിവുകളുടെ ഒരു ക്രോഡീകരണമാണ് ഈ നടന്നത്. തന്നെയല്ല, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ ഡാമിന്റെ പിന്നിൽ ഒരു 350-360 മീറ്റർ താഴെ മറ്റൊരു ഡാം പണിയുക എന്ന് പറയുന്നത് അത്ര ആശാസിയല്ല. പൈലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഈ ഡാമിനെ ദോഷകരമായി ബാധിക്കും. ഇപ്പൊ കൊടുക്കുന്ന വെള്ളം കൊടുക്കണമെങ്കിൽ ഇരട്ടി വെള്ളം ശേഖരിക്കും. വെള്ളം മാത്രമല്ല, അവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ തന്നെ എർത്ത് വാക്ക് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലോ. ആ വർക്ക് നിസ്സാര വർക്ക് അല്ലല്ലോ. ഡാമിന്റെ വർക്ക് വലിയ വർക്കാണ്. അതിനേക്കാൾ ഉപരി ഒരു 50 വർഷം 60 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ ഡാം പിന്നോട്ട് മാറ്റി പണിയണ്ടേ? അവിടെയാണ് അവിടെ ഒരു പ്രശ്നം വരില്ലേ? അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഡാമിന്റെ ഈ സംഭരണശേഷി വർദ്ധിക്കുകയും അത് പിന്നീട് ഇങ്ങനെ വർദ്ധിച്ച് അതിനേക്കാൾ വലിയ ജലബോംബായി മാറുന്നു. തന്നെയല്ല, അവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അവർക്ക് അവിടെ സുരക്ഷിതത്വമില്ല. ഇനി ഈ ഡാം ഇല്ലെന്നിരിക്കട്ടെ, ഇവിടെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കപ്പെട്ടേക്കണ ഇടുക്കി ഈ 2 ഡാമുകൾ വന്നതിന്റെ താഴെ അടക്കം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വെള്ളപ്പൊക്ക പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടേക്കണത് ഈ ഡാമുകൾ വന്നതിന്റെ. ഡാമുകൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് നിർവഹിക്കാൻ. പെരിയാർ ഏത് ദിവസവും അല്ലെങ്കിൽ കരകവിഞ്ഞങ്ങ് പോവാം. 244 കിലോമീറ്ററാണ് അതെ ഇല്ലേ? അതിൽ ഈ മുല്ല നദിക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ഉള്ളൂ. ആ 8 കിലോമീറ്ററിലെ വെള്ളമാണ് ആക്ച്വലി അങ്ങോട്ട് പോകുന്നത്. ബാക്കിയുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് ഇല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ പലരുടെയും ധാരണ ഈ വെള്ളം മുഴുവൻ തമിഴ്നാട് കൊണ്ടുപോവുകയാണ്. സാധ്യതയില്ല, തമിഴ്നാടിന് വെള്ളം ആവശ്യമുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. 5 ജില്ലകൾ ജീവിക്കണമെങ്കിൽ ഇനി പൊട്ടിയാൽ
നമ്മളെക്കാൾ ഭീകര ദുരന്തം അവർക്കുള്ള, അവരതിൽ ജാഗ്രതയിലുള്ളവരാ. തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും വെള്ളം ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അവര് വെള്ളത്തിന്റെ കാര്യത്തില് തീർച്ചയായിട്ടും വെള്ളത്തെ അവർ ദൈവത്തെ പോലെ കരുതുന്നുണ്ട്. കരുതുന്നുണ്ട്, കാരണം കരുതുന്നുണ്ട്. അത്രമാത്രം വെള്ളത്തെ അവർ സ്നേഹിക്കുകയും അതെ, വെള്ളത്തെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്. നമുക്ക് ആ വെള്ളത്തോട് അത്ര താല്പര്യമില്ല. ഇല്ല അതിന്റെ ഇല്ല. കാരണം നമുക്ക് ഇങ്ങനെ ആകാശം കോരിച്ചൊരിയുകയാണല്ലോ, അതെ. അല്ലേ? ഉം. വെള്ളത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ധാരാളിത്തം കാണിക്കുന്നവരാണ്. അവരങ്ങനെ അല്ല. അല്ല. ഒരു തുള്ളി വെള്ളത്തെ അതേപോലെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ ശാഠ്യമുള്ളത്. അതെ. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ സാർ, അതായത് ഈ കേരളത്തിന് സുരക്ഷ, ഉം. തമിഴ്നാടിനും വെള്ളം. യെസ്. ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും സുഹൃതപരമായ ഒരു മുദ്രാവാക്യമാണത്. ഇക്കാര്യത്തിലൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വെള്ളം ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ പൊട്ടുമെന്നുള്ളൊരു ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ ഇത് പരിഹരിക്കാൻ വേറെയും ഉണ്ടല്ലോ മാർഗങ്ങൾ. ശ്രീധരൻ സാറിനെ പോലുള്ളവർ, ശ്രീ തോമസിനെ സാറിനെ പോലുള്ളവർ മുന്നോട്ട് വെച്ച ചില ഉണ്ട് മാർഗങ്ങളുണ്ടല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. അതായത് ഇതിനെ ഒരു റെഗുലേറ്ററിംഗ് ഡാമാക്കി യെസ്. നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള തുരങ്കത്തിലൂടെ 90 അടി മുകളിലാണ് ആ അതെ തുരങ്കം. അതെ 100-120 അടി വെള്ളം നിന്നാൽ പോലും ഇല്ല. ഇപ്പം തന്നെ 10 TMC വെള്ളമുള്ളൂ സാർ. അതെ ഈ 15 TMC വെള്ളം നിർത്തിയിട്ടുണ്ട് ഇതിനകത്ത്, അതെ. നിർത്തിയിട്ടുണ്ട്. ഉം. പിന്നെ കോടതി പറഞ്ഞിട്ടാണ് താത്തിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10 TMC വെള്ളം വളരെ ഭീകരമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ വെള്ളത്തെ കുറച്ചും കൂടി നിയന്ത്രിച്ച് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ആ വെള്ളത്തെ തുരങ്കം വഴി തമിഴ്നാട്ടിലെത്തിച്ച് ഈ വൈഗ പോലുള്ള 1-2 അത്രയും വലുത് അല്ലെങ്കിൽ പോലും അതിനേക്കാൾ ചെറിയ ഡാം പണിത് ഈ വെള്ളം അവർക്ക് സംഭരിക്കാവുന്ന ഒരു സംവിധാനം തമിഴ്നാട്ടിലില്ലേ എന്ന ചോദ്യം കുറച്ചും കൂടി പ്രായോഗികമാണ്. നമ്മുടെ താല്പര്യം ജനങ്ങളുടെ ഭീതി അകറ്റുക, അല്ലെങ്കിൽ ഡാം പൊട്ടിയാൽ അതൊന്നും അല്ലല്ലോ. എന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒളിച്ചു കളിക്കുന്നത്? നമുക്ക് അതിൻ്റെ അകത്ത് സാമ്പത്തിക ലക്ഷ്യമുണ്ട്. നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ എഗ്രിമെന്റിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുടിവെള്ളം, കൃഷി എന്നതിനെ മാത്രം ആസ്പദമാക്കി കൊടുത്തതാണ് ഈ എഗ്രിമെന്റ്. പക്ഷേ അതുകൊണ്ട് അവർ വൈദ്യുതി ഉണ്ടാക്കി 500 കോടി അടക്കം ലാഭം ഉണ്ടാക്കുന്നത് സഹിക്കാനാവാത്ത ഒരു സാഹചര്യം നമുക്കുണ്ട്. അല്ല, അവിടെ അത് അന്നേ ശ്രീമൂലൻ രാജാവ് അന്നേ തിരിച്ചറിഞ്ഞതുപോലെ, അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതുപോലെയാണ് എൻ്റെ രക്തം കൊണ്ടാണ് ഞാൻ ഒപ്പിടുന്നത് എന്നൊക്കെ അദ്ദേഹം അതെ സൂചിപ്പിച്ചത്. എന്തോ ഒരു ആപത്ത് അദ്ദേഹം മണത്തിട്ടുണ്ട്. അല്ല, ആപത്ത് മടക്കുകയും ചെയ്തു. അത് പിന്നീട് അവർ വൈദ്യുതി എടുത്തപ്പോൾ അവർ കാണുകയും ചെയ്തു. പക്ഷേ 71-ൽ നമ്മുടെ അച്യുതമേനോൻ മന്ത്രിസഭ ഈ എഗ്രിമെന്റ് പുതുക്കിയപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവതരമായി ഇടപെട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം എവിടെയായിരുന്നു? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ആ, ഒരു ബ്രിട്ടീഷ് കാലത്തുണ്ടാകുന്ന ഒരു ഗവൺമെന്റും ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഗ്രിമെന്റും ഉം. സത്യത്തിൽ അങ്ങനെ മാറുമ്പോൾ പഴയകാല എഗ്രിമെന്റുകളൊക്കെ അസാധുവാകും. ആയതുകൊണ്ടാണല്ലോ 999 വർഷം ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. പിന്നെ എന്തിനാണ് അച്യുത മേനോനുമായി ഈ എഗ്രിമെന്റ് ഒപ്പിടേണ്ടി വന്ന അത് സാഹചര്യം? പുതുക്കിയപ്പോൾ വീണ്ടും അത് നിലവിൽ വന്നു. അവിടെ അവിടെയാണ് നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് മുൻകാല എഗ്രിമെന്റുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കിയിരുന്നു. ആധുനിക കാലത്തെ ഒരു ഭരണാധികാരിക്ക് അത് തന്റെ രക്തം കൊണ്ടാണ് ഒപ്പിടുന്നതെന്ന് തോന്നിയില്ല. ഇല്ല, അവിടെയാണ്. അതെന്തുകൊണ്ട്? ഞാൻ അതിനകത്ത് വേറെ ആരോപണമൊന്നും ഉന്നയിക്കണില്ല, പണമാണെന്നോ സ്വാധീനിച്ചു എന്നല്ല. എന്തോ ചില കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് അല്ല, ഇതിന് ആരും മിണ്ടാത്ത. അതിനകത്ത് ചില ആ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് yes, നമ്മൾ yes. ചർച്ച ചെയ്യേണ്ട അതെ വിഷയങ്ങളല്ല. അതെ നമ്മൾ വീണ്ടും സുരക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ ഡാം നിലനിർത്തിക്കൊണ്ട് അവർക്ക് വെള്ളം കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനം, ഇത് നമുക്കൊരു പ്രായോഗികമായ ചർച്ചയാണല്ലോ സാർ അതെ ആവശ്യം. അതായത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു വളരെ സൗഹൃദമുള്ള ഒരു സമയമാണ്. ഇത് ജനങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടുന്നില്ല, ഇല്ല. പക്ഷേ തമിഴ്നാട്ടിലെ ഭരണാധികാരികൾക്ക് ബോധ്യപ്പെടുമല്ലോ. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വിളിച്ചു വരുത്തി ഇത് കേരളത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ ഡാം പൊട്ടില്ലായിരിക്കാം, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കാര്യത്തിനും ജീവിതത്തിന് ഒരു ഒരു ലിമിറ്റ് ഉള്ളതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏതൊരു സാധനത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആയുസ്സുമായി ബന്ധപ്പെട്ട്. അൺലിമിറ്റഡ് ആണെന്ന് നമുക്ക് പറയാനാവില്ല. എല്ലാ കാലവും അത് അങ്ങനെ നിലനിൽക്കും എന്ന് പറയാനാവില്ലല്ലോ. എന്താ പറയാ, ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു ഉദാഹരണമുണ്ട്. ഈ പിരമിഡ് പലരും ഉപയോഗിച്ചൊരു വാക്കാണെങ്കിൽ ഞാൻ ആവർത്തിക്കുക. ഈ പിരമിഡ് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുക. 5500 വർഷം പഴക്കം ആയ പിരമിഡുകളുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് പിരമിഡുകളിൽ ഒരു സമ്മർദ്ദമില്ല. പിരമിഡുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിരമിഡുകളുടെ ആ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന അത് ഭയങ്കരമാണ്. അത് തകർന്നു പോവില്ല. അത് അത് അങ്ങനെ തന്നെ നിൽക്കും. ആ ഒരു ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇത് പണിതിരിക്കുന്നത് എന്ന് സത്യം. പക്ഷെ ഇതിന്റെ ഒരു ജല സമ്മർദ്ദം എന്ന് പറയുന്നത് അതിഭയങ്കരമായ സമ്മർദ്ദമുണ്ട് ഇതിന്. അതിനെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ. അതാണ് നമ്മൾ. അപ്പൊ ഇത് തകരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. ഒരുപക്ഷെ തകർന്നിട്ടുണ്ട്. ഗ്രാവിറ്റി ഡാമുകളിൽ ചിലതെല്ലാം തകർന്ന ചരിത്രവും നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയിലുണ്ട്.
ഇല്ലേ? ഉം. അടുത്ത കാലത്തുണ്ട്. ഉം. ചൈനയിൽ നിത്യ ഉം. സംഭവം ആ പോലെ മിക്കവാറും തകർന്നെടുത്ത സാഹചര്യങ്ങൾ ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമ്മൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോഴും ഈ ഭീതി അകറ്റാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയുന്ന 2 മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ചർച്ച അത് ഒരുപക്ഷെ അവിടെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കും. ഉവ്വ. ഒരുപക്ഷെ അത് നമ്മൾ കരാറിൽ നിന്ന് പിന്മാറാനാണോ എന്ന്. Yes. പക്ഷെ അതിനപ്പുറത്ത് ഒരു അവയർനെസ് ഉണ്ടാവണം. നമ്മൾ വെള്ളം കൊടുക്കും. നമുക്കെന്തിനാണ് അല്ലെങ്കിൽ ഈ വെള്ളം? ഈ വെള്ളം ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ വലിയ കാലവർഷത്തെ അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തെ സൃഷ്ടിക്കാനേ ഉതകൂ. അതുകൊണ്ട് ഇത് വെള്ളം റെഗുലേറ്റ് ചെയ്യാൻ എപ്പോഴും മുല്ലപ്പെരിയാർ ആവശ്യമാണ്. തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. അത് ന്യായമാണ്. അത് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഇനിയും കൊടുക്കണം. പക്ഷെ അവർ കറണ്ട് ഉണ്ടാക്കുന്നോ, അവർ അതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുന്നോ എന്നുള്ളതൊന്നും ഇതൊരു ബാധകമല്ല. ജനങ്ങളുടെ സുരക്ഷയുമായി ചിന്തിച്ച് നോക്കാൻ ബാധകമല്ല. അങ്ങനെ അവർക്ക് വെള്ളം സംഭരിക്കാനാകുന്ന ഒരു സംവിധാനം അവരുടെ നാട്ടിലുണ്ടാവുകയും ഈ വെള്ളം കൂടുതൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കഴിയും. വെള്ളം കൊണ്ടുപോകാനും കഴിയും. കഴിയും. കാരണം അങ്ങനെ കൊണ്ടുപോയി അവർക്ക് കൃഷിയിടം 5 ജില്ല എന്നുള്ളത് ഒരുപക്ഷെ അതിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും കഴിയും. അങ്ങനെ കഴിയുന്ന, അതുപോലെ അങ്ങ് സൂചിപ്പിച്ച അഥവാ പൊട്ടിയാൽ പിന്നെ ഈ 128 വർഷം മുമ്പുള്ള അതേ അവസ്ഥയിലേക്ക് അവർ മാറും. തീർച്ചയായിട്ടും മാറും. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. അല്ലെങ്കിൽ കാരണം ജനം വൈകാരികമായി ഇതിനെ കാണും. കാണും. ജനം വൈകാരികമായി കാണുമ്പോൾ അത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നമായി വളരാതിരിക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് വേണ്ടേ? ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, അപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതി പൊളിയാൻ കാരണം ഇപ്പോൾ സാറ് പറഞ്ഞ നിർദ്ദേശമാണ്. ഒരു പരിഹാര നിർദ്ദേശം വയ്ക്കാൻ ധൈര്യപ്പെടുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ. കാരണം ജനങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വൈകാരിക പ്രശ്നമായത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മത സംവിധാനത്തെ തൊടാൻ ആളുകൾ ഭയപ്പെടുന്നത് പോലെ തന്നെ ഈ വികാരത്തിൽ തൊടാൻ ഭയപ്പെടുന്നു. സത്യത്തിൽ ഏറ്റവും നല്ല സാഹചര്യം കേരളത്തിൽ നിന്നുള്ള, കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു, സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. നല്ല ആർജവമുള്ള 2 നേതാക്കൾ. അത്യാവശ്യം കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ സുപ്രീം കോടതിക്കോ കേന്ദ്രത്തിനോ വിരോധമില്ല അത് ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ ഈ അജണ്ടയിൽ തൊടാൻ ഇവരെല്ലാം ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ആശങ്കയുണ്ടാവും സാർ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭരിക്കുന്ന ഗവൺമെന്റുകൾ ജനങ്ങളെ ഭയപ്പെടുന്നുണ്ടല്ലോ. അതെ. പക്ഷേ കോടതി എന്തിനു ഭയപ്പെടണം? അല്ല, കോടതിക്ക് ആദ്യഘട്ടത്തിൽ കേരളം എന്ത് കൊടുത്തു കോടതിക്ക്? ഇത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതിന് എന്ത് ശാസ്ത്രീയ തെളിവുകളാണ് കേരളം കൊടുത്തത്? ഇപ്പൊ പറഞ്ഞു മറ്റേ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്ര സംഘം എല്ലാം പരിശോധിച്ചു. സാറ് പറഞ്ഞു കേസിന്റെ മർമ്മഘട്ടത്തിൽ കേസ് പരിഗണിച്ച സമയത്ത് കേരളം എന്ത് കൊടുത്തു? ഞാൻ ഭൂമികുലുക്കം ഉണ്ടാവുന്ന പറയും, വാക്കാൽ പറഞ്ഞാൽ മതിയോ? ഭൗമശാസ്ത്ര വിദഗ്ധരുടെ റിപ്പോർട്ട് കൊടുത്തോ? അതിന്റെ കാരണം ഞാൻ ഇപ്പോൾ നമുക്ക് മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതല്ലല്ലോ. അങ്ങേക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ പലരും മൗനികളാകുന്നത് നിർണായക സന്ദർഭങ്ങളിൽ. അവിടെ പത്രങ്ങളിലൊക്കെ വന്ന ഒത്തിരി വാർത്തകളുണ്ട് സാർ. പത്രങ്ങളൊക്കെ വന്നു വരുന്ന ഒത്തിരി വാർത്തകളുണ്ട്. അതിന്റെ നിജസ്ഥിതി ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ ചർച്ചയ്ക്ക് എടുക്കാത്തത്. അതുകൊണ്ട് പല നിർണായക സന്ദർഭങ്ങളിലും അവരെ മൗനികളാക്കാൻ പോകുന്ന ചില സംഗതികളൊക്കെ തമിഴ്നാടിന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ തെറ്റിദ്ധാരണ കേരളത്തിന്റെ രാഷ്ട്രീയം മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായി ഇവരുടെ വിശ്വാസ്യതയല്ലേ തകരുന്നത്? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള അതിപ്പോ ഈ പ്രേമചന്ദ്രനെ പോലെ ഒരു മുൻ മന്ത്രിയായിരുന്ന, ജലസേചന മന്ത്രിയായിരുന്ന ആൾ വളരെ ശക്തമായി പറയുന്ന ചില വാദങ്ങളുണ്ട്. കാരണം ഇത് നിർണായക സന്ദർഭങ്ങളിൽ കേരളം ഒത്തിരി മുന്നോട്ട് പോയതാണ്. പക്ഷെ സുപ്രീം കോടതിയിൽ അത് പരാജയം. പക്ഷേ 2014 വിധിയിൽ സുപ്രീം കോടതി കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്ക രേഖപ്പെടുന്നുണ്ട്. തന്നെയല്ല, അതിന് ശേഷം കോടതി പലവട്ടം വിദഗ്ധരെ വെച്ച് നേരിട്ടൊരു സമിതി ഇത് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പരിശോധിച്ച് മാത്രം കൂടാതെ 2018 ശേഷവും പരിശോധന ഉണ്ടായി കോടതി. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന ചർച്ച ലോകത്ത് ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിന്റെ അടുത്ത കാലത്തുള്ള യുനെസ്കോയുടെ കേസ് ആദ്യം സാർ ഒരു വാദം പറഞ്ഞിരുന്നു. അല്ല, നമ്മുടെ ശാസ്ത്ര സംഘം, അന്താരാഷ്ട്ര ശാസ്ത്ര സംഘം ഇത് പറഞ്ഞല്ലോ. അതൊരു പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ഒരു പ്രബന്ധം മാത്രമാണത്. അല്ലാതെ ആ സംഘം ഇവിടെ വന്ന് നേരിട്ട് പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മറ്റ് വാർത്തകൾ എന്നുള്ളതിന് പ്രസക്തിയില്ല സാർ. കാരണം ആഗോളതലത്തിൽ തന്നെ കിട്ടുന്ന വാർത്തകളെ ഹൈലൈറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ് പൊതുവെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നടപടി. നമുക്കിത് അമേരിക്കക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും അന്താരാഷ്ട്ര വിദഗ്ധരോ നേരിട്ട് ഇവിടെ വന്ന് പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് ഇന്ത്യയിലെ വിദഗ്ധരാണ്. അവർക്ക് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അവർ ഈ പറയുന്ന ഇത്തരം സംഭവങ്ങളുടെ എല്ലാം വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ
ഇതിൽ വച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഡാം പൊട്ടുകയോ പൊട്ടാതിരിക്കുക അതൊക്കെ വേറെ കാര്യമാണ്. പൊട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ്. ഡാം തകരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. കാരണം അതുകൊണ്ട് കഴിഞ്ഞുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മളിപ്പോൾ പറയുന്ന പോലെയൊന്നും അല്ല. ചുമ്മാ വളരെ ലളിതമായ ആളുകൾ ഇതിലൂടെ അത് തകരും ഇത് തകരും എന്നൊക്കെ പറയുന്ന പോലെ അല്ല. അതൊക്കെ വലിയ പ്രത്യാഘാതമാണ്. കാരണം അത് ചെന്ന് പതിക്കുന്ന ഇടങ്ങൾ എത്ര സ്ഫോടനാത്മകമാണ് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. അത്രയാണ് കൊച്ചി പോലുള്ള നഗരത്തെയൊക്കെ ബാധിക്കുമ്പോൾ. പക്ഷെ അതല്ല, ഇത് തകരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അങ്ങനെ തന്നെ, അങ്ങനെയാണ് നമുക്ക് ആഗ്രഹം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും. അങ്ങനെയാണെങ്കിൽ പോലും ഈ വെള്ളത്തെ ശരിക്ക് നിയന്ത്രിച്ച് തമിഴ്നാടിനെ കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യ ഇപ്പം നിലവിലുണ്ട്. ഉണ്ട് അല്ലേ? അതിനെ സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിന് ഒരു നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതിയെ സാക്ഷിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ നിയമപരമായി മുന്നേറാൻ കഴിയുന്നത് അത് വെച്ച് ഇപ്പോൾ ഈ നല്ല ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി തമിഴ്നാട് ഭരിക്കുന്നു എന്നങ്ങ് പറഞ്ഞല്ലോ, പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നേറാൻ കഴിയും. അത് കേരളത്തിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് ഈ സമയത്ത് മുതലാക്കാൻ കഴിയാത്തത്? എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന ഒട്ടേറെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കേണ്ടതല്ലേ? മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവരിപ്പോ ഒരു കുറ്റവാളി പട്ടികയിലാണ് എല്ലാവരും കുറ്റവാളി. അതായത് ഇന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ല. അപ്പൊ നമ്മുടെ അവകാശങ്ങളെ വിൽക്കുന്നു അല്ലെങ്കിൽ പണയം വെക്കുന്നു എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ആളുകൾക്ക് ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. അത് മാറ്റേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെയും ഭാവി ജനാധിപത്യത്തെയും എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, കേരളം ഈ ആശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സ്റ്റേറ്റാണ്. നമ്മളിപ്പോ അവിടെ ഉരുളുപൊട്ടി 1000-ഓളം അല്ലെങ്കിൽ 5000-ഓളം കുടുംബങ്ങളെ 5000-ഓളം വ്യക്തികളെ ബാധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്കതിൻ്റെ പേരിൽ ഈ ചെരുവ് പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റുമോ? നമുക്ക് എവിടെ ഇത് ഭൂമി കണ്ടെത്തുക? 3 ജനം 1 കോടി ജനം താമസിക്കുന്ന ചെരുവ് പ്രദേശങ്ങളെ 22 ഡിഗ്രിക്ക് മേളിലാണ്. ഈ പറയുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങൾ ആ സമയത്ത് തേടാനേ നമുക്ക് പറ്റുള്ളൂ. ഓക്കിയുണ്ടായി, പോയ മേഖല തമിഴ്നാടൊക്കെ ഞാൻ പോയി കണ്ടതാണ്. ഭയങ്കര ദുരന്തമാണ് വിതച്ചുകൊണ്ടങ്ങ് പോയത്. അവിടെ നിന്നെല്ലാം ജനത്തെ മാറ്റാൻ പറ്റുമോ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മേഖലയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് എവിടെയാണ് സുരക്ഷിതമായ ഇടം മലയാളി തേടുന്നത്? അവിടെ ഒരു വിഷയം മലയാളിക്കുണ്ട്. മലയാളി അമിതമായി ആശങ്കപ്പെടുത്തിക്കൊണ്ട് പലരുടെയും ഉറക്കം കെടുത്തുന്നു, അവരെ രോഗികളാക്കി മാറ്റുന്നു. അപ്പൊ ഒരു സൈക്കോ പ്രതിഭാസം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. മിക്കവാറും കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ ഉണ്ട്. നെഗറ്റീവിലെ ജീവിക്കൂ, നെഗറ്റീവെ സപ്ലൈ ചെയ്യുള്ളൂ എന്നുള്ള മനോഭാവം മലയാളി മാറ്റേണ്ടതുണ്ട്. ഇതൊരു ആശങ്കാപരമാണ്. ആശങ്ക മാറ്റേണ്ടതുണ്ട്. ഭരണകൂടം അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒക്കെ ശരിയാണ്. അപ്പോഴും മലയാളി ഇതിൻ്റെ അകത്ത് കാട്ടുന്ന ഈ ആവേശം, ജീവിക്കാനുള്ള, അനന്തകാലം ജീവിക്കാമെന്നുള്ള അവൻ്റെ ആ സ്വപ്നങ്ങൾ ആണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ നിന്ന് മനുഷ്യൻ ജീവിക്കേണ്ടതും ഒരു സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും വർഷക്കാലം എത്തുമ്പോൾ, മഴ പെയ്യുമ്പോൾ, മഴ നിറഞ്ഞു പെയ്യുമ്പോഴൊക്കെ മലയാളിയുടെ മനസ്സ് ആശങ്ക കൊണ്ട് നിറയുന്നുണ്ട്. അത് ഉരുൾപൊട്ടൽ മാത്രമല്ല, കൊടുങ്കാറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ പെയ്യുന്ന തീവ്ര മഴ മാത്രമല്ല, അതിന് മുല്ലപ്പെരിയാർ ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ നിറയുമ്പോഴാണ് അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക. തന്നെയല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ സംബന്ധിക്കുന്ന വലിയ വാർത്തകൾ, ഭീതി പരത്തുന്ന വാർത്തകൾ വരുന്നുണ്ട് ഇല്ലേ? അപ്പം അങ്ങയുടെ നിലപാട് ഈ കാര്യത്തിൽ കുറെ കൂടി ആശാസ്യമാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് സമാധാനം നൽകുന്നത്. ഇതങ്ങനെ ഒന്നും പൊട്ടുന്നൊരു ഡാമല്ലെന്നും അത് ശക്തമായി ബലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അങ്ങ് കരുതുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ വലിയ ദുരന്തത്തിൻ്റെ, പ്രത്യേകിച്ച് മേപ്പാടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ ഇത്ര കണ്ട് സജീവമായത് ഈ അടുത്ത കാലത്ത്. അതെ അല്ലേ? ഒരു കാര്യം പറഞ്ഞു, നമ്മൾ 2014 പൊട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു മന്ത്രി സഹിതം പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ആശങ്ക വരുകയും വലിയ സംഭവം ഉണ്ടാക്കി ചെയ്തത്. 2018 കേരളം ഒരു 100 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനും ഈ പറയുന്ന സാക്ഷിയായി. ഈ മുല്ലപ്പെരിയാർ ഉണ്ടാവുന്നു. ഇടുക്കിയിൽ നിന്ന് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് പോയ വെള്ളം എന്നുള്ളത് മുല്ലപ്പെരിയാർ അടക്കം സകല ഡാമും പൊട്ടുന്ന അത്രയും വെള്ളം ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അന്നേരവും ഇത്രയും ആശങ്ക വന്നിട്ടില്ല. അപ്പൊ ഇത് അതും കൂടി ഒന്ന് ഈ കാര്യത്തിൽ അന്നത്തെ വെള്ളപ്പൊക്കത്തെ ആ രീതിയിലെങ്കിലും നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞത് ഡാമുകളാണ്. കാര്യം ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും ഡാമിന്റെ ഒരു സംവിധാനം അന്ന്
ആയി. ഉം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് വെള്ളം നന്നായി ഒഴുകിയായിരുന്നു. പക്ഷേ ഡാം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം അങ്ങനെ ആയിരിക്കില്ല, അത്രയൊന്നും ആയിരിക്കില്ല, എന്നാലും അതിഭീകരമായിരിക്കും. Yes. ആ, പക്ഷെ അതൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്, അല്ലേ ഞാൻ അങ്ങനെ ജനത്തിലുള്ള, വിശ്വസിക്കുന്നത്. കാരണം അല്ലേ? ഇപ്പോൾ മേപ്പാടിലാളിന് പൊട്ടി വന്ന ആ ഭീകര സാധനം ആ നദിയിൽ വന്നിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. നദിയിലേക്ക് വന്ന് 8 കിലോമീറ്റർ നദിയിലേക്ക് വന്ന് ചാടി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയുള്ള നിലമ്പൂർ അടക്കമുള്ള മേഖലയിലൊന്നും ഒന്നും സ്പർശിച്ചിട്ടില്ല. ഇത് വിശാലാവുക, വിശാലാവുന്നിടത്തോളം ഇതിന്റെ ശക്തി കുറയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല ഞാൻ കേൾക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ പോയിട്ട് ഇതായിട്ട് എന്താ സുനാമി ആയിട്ട് തിരിച്ചു വരുമെന്നും തിരിച്ചു വരുന്ന ഒക്കെ ഒരുപക്ഷെ വലിയൊരു കഥ. കടൽ കയറി വരും Yes, yes, എന്നൊക്കെയുള്ളത് yes. മനുഷ്യന്റെ ഭാവനയാണ്. ഭാവനയാണ്. അത് ഇത്രയും വലിയ ഭാവന വലിയ നമുക്ക് ഭാവന. വേണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഉം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാർ ഈ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ആശങ്കയെ ദൂരീകരിച്ചുകൊണ്ടാണ് അങ്ങ് സംസാരിച്ചത്. തീർച്ചയായിട്ടും സംസാരിച്ചതിനും ആ, ഈ പരിപാടി ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്തതിനും വളരെ നന്ദി. Yes. മുല്ലപ്പെരിയാർ ഡാം തകരുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും ആ ഡാമിനൊന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള സാങ്കേതിക വിദഗ്ധരും നമ്മുടെ നാട്ടിലില്ലായ്കയില്ല. ഇത് തീർച്ചയായിട്ടും ഭൂഗുരുത്വ ബലത്തിൽ പണിത ഒരു ഡാമാണെന്നും അതിന് തകരുക എന്നുള്ളത് സാധ്യമല്ലെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അതിനപ്പുറം ഈ ഡാം അതിശക്തമായി ബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന എഞ്ചിനീയർമാരുമുണ്ട്. ഇന്നത്തെ ചർച്ച കഴിയുമ്പോൾ കുറച്ചൊക്കെ ആശങ്ക പരിഹരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ തോന്നും. നന്ദി, നമസ്കാരം.